ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശിവഭക്തനാണ് ഏനാത്തിനാഥ നയനാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ഏടുകളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഭസ്മമഹിമയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഋഷികൾ അഗസ്ത്യമുനിയോട് ചോദിക്കുകയാണ്, മുനിശ്രേഷ്ഠ, ഭസ്മധാരണത്തിലൂടെ എങ്ങനെയാണ് ശിവഭഗവാൻ പ്രസാദിക്കുന്നത്? മായാമോഹിതരായ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ഋഷികൾ അഗസ്ത്യ മഹാമുനിയോട് പറഞ്ഞപ്പോൾ അഗസ്ത്യ മഹാമുനി പറയുകയാണ്, ബ്രഹ്മവാദികളായ ഋഷിമാരാൽ പോലും വാഴ്ത്തപ്പെടുന്ന ഏനാദിനാഥൻ എന്ന ഭക്തൻ്റെ ചരിതം ഇതിന് ഉദാഹരണമാണ്. അത് ശ്രവിച്ച് നിങ്ങൾ ശിവഭക്തരായിത്തീരൂ, ശിവവിഭൂതി അണിയൂ എന്ന് പറയുകയാണ്. കുലീനനായ ബ്രാഹ്മണന് വേദാധ്യയനം എന്ന പോലെ ഉത്തമ ശിവഭക്തന് ഭസ്മധാരണമാണ് പ്രധാനമായിട്ടുള്ളത്. അഗ്നിഹോത്രത്തിലെ ഭസ്മം നെറ്റിയിൽ അണിഞ്ഞാൽ യമൻ ദൂരെ നിന്ന് തന്നെ ഓടിയകലും എന്നാണ് പറയുന്നത്. ഭസ്മധാരണത്തിലൂടെ ഭൂതപ്രേത പിശാചുക്കൾ അകന്നു പോകും. വിഷജീവികളിൽ നിന്നുള്ള വിഷബാധ ഇല്ലാതാകും. ആയുരാരോഗ്യ സമ്പത്ത്, അതേപോലെ സമൃദ്ധി, ഇതെല്ലാം ഉണ്ടാകും. പുനർജന്മം തന്നെ ഇല്ലാതാകും. അതാണ് ഏനാദിനാഥൻ്റെ കഥയിൽ നാം കാണുന്നത്. ഭസ്മമണിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ പഞ്ചമഹാപാതകങ്ങളും നശിച്ചു പോകും. മാത്രമല്ല അത് മോക്ഷപ്രദായകവുമാണ്. ഭസ്മം ധരിച്ച് ശിവഭക്തൻ വന്നാൽ അയാളെ നമിക്കുക തന്നെ വേണം. അയാളുടെ ദുഃഖം, ഭസ്മധാരിയായ ശിവഭക്തൻ്റെ ദുഃഖം ഭഗവാൻ തന്നെ തുടച്ചു നീക്കും. ഇതാണ് ശിവഭക്തന്മാർ ശിവവിഭൂതി അണിഞ്ഞാലുള്ള പ്രത്യേകത. ശങ്കര ഭഗവത്പാദർ ഇത് ഒരുപാട് തവണ പല സ്ഥലങ്ങളിലും പാടിയിട്ടുണ്ട്. ശങ്കര ഭഗവത്പാദർ മാത്രമല്ല, മറ്റ് പല കവികളും, പ്രത്യേകിച്ചും തേവാരം കവികൾ ശിവഭസ്മം ധരിക്കുന്നതിനെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കതിൽ ഒരു കഥ നോക്കൂ. അതായത് അപ്പർ ഒരിക്കൽ ഉദരരോഗം പിടിപെട്ട് വല്ലാതെ ദുഃഖിച്ചു. അനേകം വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ഭേദമായില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി തിലകവതി അപ്പർക്ക് ശിവക്ഷേത്രത്തിലെ ഭസ്മം കൊടുത്ത് അത് കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭസ്മവിഭൂതി കഴിച്ച് അപ്പരുടെ ഉദരരോഗം വളരെ പെട്ടെന്ന് മാറിക്കിട്ടി എന്നാണ് പറയുന്നത്. അതുപോലെ തിരുஞான സംബന്ധരും ഭസ്മത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് തേവാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണം മാത്രം നമുക്ക് നോക്കാം. മന്ത്രമത്രേ ഭസ്മം, വാനവർ ചാർത്തും ഭസ്മം, സുന്ദരമത്രേ ഭസ്മം, മതസാരം തൻ ഭസ്മം, ചെഞ്ചുടിയും അതൻ പതിയാം, ആലവായി ദേവൻ്റെ ഭസ്മം. ശിവൻ്റെ തിരുനീറാണ് ഭസ്മമായിട്ട് നാം സാധാരണ കരുതുന്നത്. അപ്പോൾ ശിവൻ അണിയുന്ന തിരുനീറിൻ്റെ മഹത്വം എത്ര പാടിപ്പുകഴ്ത്തിയാലും അവസാനിക്കില്ല. അതേപോലെ ആരാണോ തിരുനീറണിയുന്നത് അവരെല്ലാവരും തന്നെ വളരെ വളരെ ശിവഭക്തന്മാരുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ടാണ് കുമാരനാശാൻ വിഭൂതിയെ കീർത്തിച്ചുകൊണ്ട് വിഭൂതി എന്നൊരു കവിത തന്നെ രചിച്ചിട്ടുണ്ട്. കുമാരനാശൻ ആദ്യകാലത്ത് എഴുതിയ ചില സ്തോത്രങ്ങളിൽ, അതായത് ശിവസുരഭി, ഭക്തവിലാപം, ശിവധ്യാന വിംശതി, ശിവശക്തി പഞ്ചകം എന്നീ കവിതകളിലെല്ലാം തന്നെ വിഭൂതിയെ പ്രകീർത്തിച്ചുകൊണ്ട് അനേകം ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുമാരനാശാനെ പോലുള്ള ഒരു മലയാള കവി പോലും വിഭൂതിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു മഹാകവിയാണെന്നറിയുക. വിഭൂതിക്ക് അത്ഭുതകരമായ
പല സവിശേഷതകളും പണ്ട് കാലത്ത് കൽപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള വിഭൂതിയെ അങ്ങേറ്റം ബഹുമാനിച്ചിരുന്ന ഒരാളാണ് ഏനാദിനാഥ നയനാർ. നമുക്ക് ഏനാദിനാഥ നയനാരുടെ കഥയിലേക്ക് കിടക്കാം. ചോഴനാട്ടിലെ എനനല്ലൂർ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചതും ജീവിച്ചതും. ആ നാട്ടിൽ തന്നെ അതേ കുലത്തിൽ പിറന്നവനും ചോഴനാട്ടിലെ ഏനനല്ലൂർ കരിമ്പ് പാടങ്ങളും നെൽവയലുകളും തഴച്ചു വളരുന്ന ദേശമായിരുന്നു. അവിടെ ഏനാദിനാഥൻ എന്ന പേരായി ഈഴവ കുലത്തിൽപ്പെട്ട ഒരു പുണ്യാത്മാവുണ്ടായിരുന്നു. ഒരു വലിയ ശിവഭക്തനായിരുന്ന അദ്ദേഹം ഭസ്മധാരികളായ ഭഗവത് ഭക്തന്മാരിൽ അത്യധികം ഭക്തി വച്ചു പുലർത്തിയിരുന്നു. ആയുധവിദ്യയിൽ സമർത്ഥനും വാൾപ്പയറ്റിൽ പ്രത്യേകിച്ച് പ്രവീണനുമായിരുന്നു ഏനാദിനാഥൻ. തൻ്റെ സൈനികരെ ഈ വിദ്യ പരിശീലിപ്പിക്കാൻ രാജാവ് ഏനാദിനാഥൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക പതിവായിരുന്നു. വിദേശങ്ങളിൽ നിന്ന് പോലും വീരയോദ്ധാക്കൾ ഏനാദിനാഥനിൽ നിന്ന് ആയുധവിദ്യ പഠിച്ചു. ഇങ്ങനെ കിട്ടുന്ന ധനമെല്ലാം ആ ഭക്തോത്തമൻ ശിവഭക്തന്മാരുടെ ആവശ്യങ്ങൾക്കായി സന്തോഷത്തോടെ വിനിയോഗിച്ചിരുന്നു. ആ നാട്ടിൽ തന്നെ അതേ കുലത്തിൽ പിറന്നവനും ആയുധാഭ്യാസം പഠിപ്പിക്കുന്നവനുമായ മറ്റൊരാളുണ്ടായിരുന്നു. അതിശൂരൻ എന്ന പേരായ അയാൾ തൻ്റെ ആയുധവിദ്യയുള്ള പാടവത്തിൽ അഹങ്കരിച്ച് തന്നെ ജയിക്കാൻ ആരുമില്ലെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ തൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി ഏനാദിനാഥൻ്റെ സമ്പാദ്യവും കീർത്തിയും വർദ്ധിച്ചു വരുന്നതും തൻ്റെ സമ്പാദ്യം കുറഞ്ഞു വരുന്നതും കണ്ട് അയാൾക്ക് ഏനാദിനാഥനോട് അങ്ങേയറ്റത്തെ അസൂയയുണ്ടായി. ജനങ്ങൾ കൂടുന്നിടത്ത് അതിശൂരൻ തന്നെപ്പറ്റി നിന്ദാവചനങ്ങൾ പറയുന്നുണ്ടെന്ന് പലരിൽ നിന്നും അറിഞ്ഞതിനാലും ഏനാദിനാഥൻ അതൊന്നും കാര്യമാക്കിയില്ല. തവളയുടെ കരച്ചിൽ കേട്ട് മേഘം കോപിക്കാറില്ലല്ലോ എന്നാണ് ചേക്കിഴാർ ഇതിനെ പറ്റി പരിഹാസത്തോടെ പറയുന്നത്. അവസാനം അസൂയ മുഴുത്ത അതിശൂരൻ തൻ്റെ ശിഷ്യന്മാരുടെ അകമ്പടിയോടെ ഏനാദിനാഥരുടെ വീട്ടുപടിക്കലെത്തി വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി കേട്ട് ഒരു ഉഗ്രസിംഹത്തിനെ പോലെ യുദ്ധസന്നദ്ധനായി ഏനാദിനാഥൻ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ബന്ധുക്കളും പിന്നിൽ അണിനിരന്നു. പൗരന്മാർ കാണികളായി നിരന്നു. ഇരുകൂട്ടരും ഉറക്കെ യുദ്ധപേരി മുഴക്കി. യുദ്ധം തുടങ്ങി. രണ്ടു പക്ഷത്തും അനേകം യോദ്ധാക്കൾ മരിച്ചു വീണു. യുദ്ധം അതിരൂക്ഷമായി തീരുകയും അവസാനം അതിശൂരൻ പരാജയപ്പെടുകയും ചെയ്തു. സിംഹം മാൻകുട്ടി എന്ന പോലെ ഏനാദിനാഥൻ അവനെ പിടികൂടിയെങ്കിലും ദയാപൂർവം കൊല്ലാതെ വിട്ടു. അങ്ങനെ ഏനാദിനാഥൻ ഈ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. അതോടെ അതിശൂരന് അസൂയ കൂടിക്കൂടി വന്നു. എങ്ങനെയെങ്കിലും ഏനാദിനാഥനെ നശിപ്പിക്കാൻ കപടതന്ത്രങ്ങൾ പയറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ കപടതന്ത്രങ്ങൾ പയറ്റാനാണ് അയാൾ തീരുമാനിച്ചത്. അത് ഏനാദിനാഥൻ്റെ ആ ശിവഭക്തിയെക്കുറിച്ച് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ രീതിയിൽ പരാജയപ്പെടുത്താനുള്ള എന്തെങ്കിലും ചതിപ്രയോഗം നടത്താനാണ് അതിശൂരൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭസ്മം കണ്ടാൽ ഏനാദിനാഥൻ പരാജയപ്പെടും, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നറിയാമായിരുന്ന അതിശൂരൻ നെറ്റിയിൽ ഭസ്മം വാരിപ്പൂശി ഏനാദിനാഥൻ്റെ വീട്ടിൽ ചെന്ന് യുദ്ധത്തിന് ഏകാഗിയായി യുദ്ധം ചെയ്യാൻ പറഞ്ഞ് വെല്ലുവിളിച്ചു. നിൻ്റെ കൂട്ടുകാരോടൊത്ത് യുദ്ധം ചെയ്തുകൊണ്ടാണല്ലോ എന്നെ തോൽപ്പിച്ചത്. നീ ഒറ്റയ്ക്ക് വരുമോ? ഒറ്റയ്ക്ക് ഞാനും വരാം, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം, ആരാണ് ജയിക്കുന്നത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏനാദിനാഥൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയം ഏനാദിനാഥന് ഇയാളുടെ മുഖം കാണാൻ പറ്റുമായിരുന്നില്ല. കാരണം പരിച മുഖത്തെ മറച്ചുകൊണ്ട് അയാൾ പിടിച്ചിരുന്നു. യുദ്ധം നടന്നു. യുദ്ധത്തിൻ്റെ തീവ്രമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു നോക്കാം. നോക്കൂ. ചേട്ടാരും
കങ്കൽ പുലർകാലെ തീയോനും നാട്ടാരെ കൊല്ലാതെ നാം ഇതേ ഇരുവേം വേറിടത്ത് വാട്ടായം കൊള്ളുവോർ മലൈക്കവരുക എനതു തോട്ടാർ പൂന്താരക അവർക്ക് ചൊല്ലിച്ചെലവിട്ടാൻ. അങ്ങനെ അവർ രണ്ടുപേരും യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്ത് പതിവ് പോലെ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഈ അതിശൂരൻ പരാജയപ്പെട്ടു. അയാളെ കൊല്ലാൻ വാൾ ഉയർത്തിയപ്പോൾ അതിശൂരൻ മുഖത്തെ പരിച എടുത്തു മാറ്റി. ആ സമയം അതിശൂരൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മ ലേപനം ഏനാദിനാഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ വാള് താഴെയിട്ടു. ഈ സമയം ചതിയനായ, ക്രൂരനായ, ദുഷ്ടനായ അതിശൂരൻ വാളുകൊണ്ട് ഏനാദിനാഥനെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ദ്വന്ദ്വയുദ്ധത്തിലും ഈ വാൾപ്പയറ്റിലും അയാൾ ചതിപ്രയോഗത്തിലൂടെ വിജയം വരിച്ചു. ഏനാദിനാഥൻ കുത്തേറ്റ് താഴ്ത്തു വീണപ്പോൾ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നല്ല, ശിവവിഭൂതിയെ അങ്ങേയറ്റം ബഹുമാനിച്ചിരിക്കുകയാണ് ഏനാദിനാഥൻ ചെയ്തത്. ചതിപ്രയോഗത്തിലൂടെയാണെങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ടെങ്കിലും അതിശൂരൻ ഭസ്മലേപനം ചെയ്തതിൽ ഭഗവാൻ അയാളോട് ക്ഷമിക്കുകയും ഏനാദിനാഥൻ്റെ ജന്മപാശമാണ് അയാൾ അറുത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞ് ശിവലോകത്തിലേക്ക് ഏനാദിനാഥനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ മരിച്ചവരുടെ ആത്മാവിന് പോലും ശിവലോകത്തിലെത്തിച്ചേരാൻ തക്ക ആ ശക്തിവിശേഷം ഭസ്മത്തെ ധരിക്കുക മാത്രമല്ല, ഭസ്മത്തെ ബഹുമാനിക്കുക ചെയ്താൽ തന്നെ ഉണ്ടാകുമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. അപ്പോൾ ഭസ്മലേപനത്തിനും ഭസ്മത്തിനും എത്ര വലിയ പ്രധാനമാണ് ശൈവ കുലം നൽകിയിരുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു.